ഇറാന്റെ പ്രത്യാക്രമണത്തിൽ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ട്രംപ് മേനി പറഞ്ഞത്. അതെല്ലാം കളവായി മാറി. ഖത്തറിലെ അത്യന്താധുനിക അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് യുഎസിന് ഉണ്ടായത്. കഴിഞ്ഞ ജൂൺ 23-നാണ് ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വൻ നാശനഷ്ടം ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതോടുകൂടി തലയിൽ മുണ്ടിട്ട് നിൽക്കുകയാണ് ട്രംപ്. ഏകദേശം 125 കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ അമേരിക്കയ്ക്ക്. അസോസിയേറ്റ് പ്രസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇത് തെളിയിച്ചത്. സൈനിക താവളത്തിൽ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന യന്ത്ര സംവിധാനത്തിന്റെ ഗോപുരം തകർന്ന് തരിപ്പണമായതായി ഉപഗ്രഹ ചിത്രങ്ങൾ തെളിയിക്കുന്നു. അസോസിയേറ്റ് പ്രസ് ആ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ജൂൺ 23-നാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് മുമ്പ് യുദ്ധവിമാനങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രം വലിയ നാശനഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായില്ല. 14 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. അതിൽ 2 മിസൈലുകൾ ലക്ഷ്യം കണ്ടു. സൈനിക താവളത്തിൻ്റെ അഭിമാനകരമായ ഗോപുരം തകർന്ന് തരിപ്പണമായി നിലംപതിച്ചു. 125 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. 2016-ലാണ് ഈ ഗോപുരം സ്ഥാപിക്കപ്പെട്ടത്. ജൂൺ 25-ന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇത് കാണുന്നില്ല. ചുരുക്കത്തിൽ ട്രംപ് മറച്ചു പിടിക്കുകയാണ് തനിക്കുണ്ടായ ജാള്യത. ഇറാൻ പ്രത്യാക്രമണം കടുപ്പിച്ചതോടെയാണ് ഖത്തറിലേക്ക് വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ട്രംപ്. ഇസ്രായേലിനെ പറഞ്ഞു വിലക്കി ട്രംപ് അപകടമാണെന്ന്. അതേസമയം അമേരിക്ക തകർത്തു എന്ന് അവകാശപ്പെടുന്ന നതാൻസ്, ഫോർദോ എന്നീ ആണവ നിലയങ്ങളുടെ പ്രവർത്തനം ഇറാൻ പുനരാരംഭിച്ചു. ഇതോടുകൂടി ആ വാദവും കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അവിടെ യാതൊരു സംഭവവും യാതൊരു കേടുപാടും ആണവ നിലയത്തിന് ഉണ്ടായിട്ടില്ല എന്ന് തെളിഞ്ഞു. ചുരുക്കത്തിൽ ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചെത്തിയിട്ടും ഇറാൻ പിടിച്ചു നിന്നത് അവരുടെ മിസൈൽ കരുത്തും അവരുടെ മാനസിക ധൈര്യവും കൊണ്ടാണ്. ഖൊമേനിയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന ഇറാൻ സൈന്യം ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേർക്കും അമേരിക്കയ്ക്ക് നേർക്കും നടത്തിയത്. ഖത്തറിലെ സൈനിക താവളം ആക്രമിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ എല്ലാ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് ട്രംപിനെ വിചിന്തനത്തിന് വിധേയമാക്കി മാറ്റിയത്. ട്രംപിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയത് എന്ന് അസോസിയേറ്റ് പ്രസ് പുറത്തുവിട്ട ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ മിസൈലുകളുടെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കുന്നതിന് പരിമിതി ഉള്ളതിനാൽ ഞങ്ങൾ കാണിക്കുന്നില്ല. പതിച്ച മിസൈലുകളുടെ ദൃശ്യങ്ങളും അസോസിയേറ്റ് പ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് യൂട്യൂബ് നിയമം അനുസരിച്ച് കാണിക്കുന്നതിന് ചെറിയ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് കാണിക്കുന്നില്ല. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വൻപൻ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ വീണ്ടും പറയുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കാനൊരുങ്ങിയാൽ ഇനിയും ആക്രമിക്കുമെന്നാണ്. അത് വെറുതെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചതായി ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്ത് തിരിച്ചടിയാണ് ഇറാന് ഇനി നൽകാൻ പോകുന്നത് എന്നാണ് ലോകം ചോദിക്കുന്നത്. ചന്തം ചമഞ്ഞങ്ങ് പോയി വീറും കിളിച്ചിഞ്ഞു വന്നു എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ സ്ഥിതി. നേരെ പോയി ഇറാന്റെ ഫോർദോ ആണവ നിലയം ആക്രമിച്ചു. ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. എന്നിട്ട് പോലും റഷ്യൻ നിർമ്മിത ആണവ നിലയത്തിന് ഒരു കേടുപാടും സംഭവിച്ചില്ല എന്നത് ശ്രദ്ധേയം. മാത്രമല്ല, ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയിട്ടും ഫോർദോ ആണവ നിലയത്തിന്റെ ഒരു പാറ പോലും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല അമേരിക്കയ്ക്ക്. ഉടൻ തന്നെയാണ് ഇറാൻ തിരിച്ചടി കൊടുത്തത്. അതിനുള്ള തിരിച്ചടിയാണ് ഇറാൻ ഖത്തറിൽ കൊടുത്തത്.
125 കോടി രൂപയുടെ നാശനഷ്ടമാണ് അമേരിക്കൻ കണക്കനുസരിച്ച് 125 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. അഭിമാന ഗോപുരം, അമേരിക്കയുടെ ഖത്തർ സൈനിക താവളത്തിന്റെ അഭിമാന ഗോപുരം തകർത്തുകൊണ്ട് ഇറാൻ നൽകിയ മറുപടി അത് ഇത്തിരി കടുത്ത മറുപടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ അമേരിക്ക തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. എല്ലാം ലോകം വിളിച്ചു പറയുന്നു. മാധ്യമ കണ്ണുകൾ തുറന്നു നിൽക്കുന്ന കാലമാണ്. മാധ്യമ കണ്ണുകൾ തുറന്നു വച്ചിരിക്കുന്ന കാലം. ഒന്നും ആർക്കും ആരിൽ നിന്നും ഒളിച്ചു വയ്ക്കാൻ ആവില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നാശനഷ്ടം അമേരിക്കയ്ക്ക് വരുമായിരുന്നു. 2 മിസൈലുകളാണ് ലക്ഷ്യം കണ്ടത്. ആ 2 മിസൈലുകളിൽ ഒന്നാണ് വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന അത്യന്താധുനിക ഗോപുരം തകർത്ത് തരിപ്പണമാക്കിയത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അഭിമാനത്തിന് നേരെയാണ് ഇറാൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇനി ട്രംപിന് കണക്ക് പറയേണ്ടി വരും അമേരിക്കൻ ജനതയ്ക്ക് മുമ്പിൽ. എന്തിനാണ് ഇസ്രായേലിനെ സഹായിക്കാൻ ഈ നാണം കെട്ട കളിക്ക് പോയത്? നേരെ പോയി തിരിച്ചടി വാങ്ങി മടങ്ങി വന്നത് എന്തിനാണ് പെട്ടെന്നൊരു വെടിനിർത്തൽ ഉണ്ടാക്കിയത്? ഇതുപോലെ ഒരുപാട് ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ ട്രംപിന്. എന്തായാലും ട്രംപിന്റെ കാര്യം അധോഗതിയായിരിക്കുന്നു. ലോകത്തിന് മുമ്പിൽ നാണം കെട്ട ഭരണാധികാരിയായി മാറിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ലോക പോലീസ് എന്ന് അഭിമാനിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.